സങ്കീർത്തനങ്ങൾ അധ്യായം 110 വാക്യം 1. കർത്താവ് എന്റെ കർത്താവിനോട് അരുളിച്ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കൂ. സങ്കീർത്തനങ്ങൾ അധ്യായം 110 വാക്യം 4. കർത്താവ് ശപഥം ചെയ്തു, മെൽക്കിസെദെക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു, അതിനു മാറ്റമുണ്ടാവുകയില്ല. സങ്കീർത്തനങ്ങൾ അധ്യായം 116 വാക്യം 3. മരണക്കെണി എന്നെ വലയം ചെയ്തു, പാതാളപാശങ്ങൾ എന്നെ ചുറ്റി, ദുരിതവും തീവ്രവേദനയും എന്നെ ഗ്രസിക്കുന്നു. സങ്കീർത്തനങ്ങൾ അധ്യായം 118 വാക്യം 22 മുതൽ 23 വരെ. പണിക്കാർ ഉപേക്ഷിച്ചുകളഞ്ഞ കല്ല് മൂലക്കല്ലായിത്തീരുന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്, ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ അധ്യായം 118 വാക്യം 26. കർത്താവിന്റെ നാമത്തിൽ വരുന്നവന് അനുഗ്രഹീതൻ, ഞങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ നിന്നു നിങ്ങളെ ആശീർവദിക്കും. സങ്കീർത്തനങ്ങൾ അധ്യായം 118 വാക്യം 3. ഉഴുവുകാർ എന്റെ മുതുകിൽ ഉഴുതു, അവർ നീളത്തിൽ ഉഴുവുചാല് കീറി. സങ്കീർത്തനങ്ങൾ അധ്യായം 132 വാക്യം 17. അവിടെ ഞാൻ ദാവീദിനായി ഒരു കൊമ്പ് മുളപ്പിക്കും, എന്റെ അഭിഷിക്തനുവേണ്ടി ഞാനൊരു ദീപം ഒരുക്കിയിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ അധ്യായം 142 വാക്യം 3 മുതൽ 4 വരെ. ഞാൻ തളരുമ്പോൾ എന്റെ വഴി അങ്ങ് അറിയുന്നു, ഞാൻ നടക്കുന്ന വഴിയിൽ അവരെനിക്ക് കെണിവച്ചിരിക്കുന്നു. വലത്തുവശത്തേക്ക് നോക്കി ഞാൻ കാത്തിരിക്കുന്നു, എന്നാൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല, ആരും എന്നെ പരിഗണിക്കുന്നും ഇല്ല.